ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഡിസ്ക് ബൾജ് എന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. ഡിസ്ക് വീക്കം, തള്ളൽ എന്നൊക്കെ പറയും. അപ്പം അതിന് ഫസ്റ്റ് ഇതേപോലെ ബെഡിൽ ഇങ്ങനെ കാല് കുത്തരുത്, ഇതേപോലെ വിരളൊന്നും നോക്കും കേട്ടോ. എന്നിട്ട് കാലിലേക്ക് ഇരിക്കുക. എന്നിട്ട് ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് യോഗ മാറ്റ് ഉണ്ടെങ്കിൽ നിലത്ത് വിരിച്ചിട്ട് ചെയ്യാം. ഞാൻ ബെഡിലാകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടാണ് നമുക്ക്. ഇതേപോലെ എടുക്കുക കേട്ടോ. ഒരു 5 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം മെല്ലെ നിവരുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് കാണിക്കുക വെച്ചാൽ ഫസ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ വളയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ചിലർക്ക് ഇരിക്കാൻ പറ്റില്ല കാലിലേക്ക്, അവർ കണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാം കേട്ടോ. ചെയ്യാണ്ടിരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫുള്ളായിട്ട് കാലിലിരിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്തോളൂ. ബെഡിലായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, കാല് നോവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾക്കിത് ഒരുപാട് ടൈം ചെയ്യാം കേട്ടോ. എത്ര എണ്ണം വെച്ചിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിത് ഡിസ്ക് ബൾജുള്ളവർക്ക് പ്രത്യേകം എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ എക്സസൈസുകളും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ പറഞ്ഞ് ചെയ്യുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് ചെയ്യുന്നതും നല്ലതാണ്, കാരണം നമ്മൾ നട്ടലിന് ഒത്തിരി ഗുണമുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ തന്നെ ഇത് കമിഴ്ന്ന് കിടന്നിട്ട് ഇതേപോലെ ഞാനിപ്പോൾ ഇത് വളരെ കുറച്ചേ തല ഉയർത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര രീതിയിൽ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ കൈ കുത്തിയിട്ട് തല ഇങ്ങനെ മെല്ലെ ഉയർത്തി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. കുറച്ചേ നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്നുള്ളൂ അത്ര ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് അങ്ങ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ നിൽക്കണ്ട, മെല്ലെ ചെയ്തോളൂ കേട്ടോ. പിന്നെ കൈ കുത്തുമ്പോൾ ഇത്രയും പുറകിലും കുത്തരുത്, ഒരുപാട് മുന്നോട്ടും കുത്തരുത്. നമ്മൾ കറക്റ്റ് ചെസ്റ്റ് ലെവലിൻ്റെ ആ ഒരു ലെവലിൽ കുത്തിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഉയരാനായിട്ട് കേട്ടോ. അപ്പം മെല്ലെ വേണം ചെയ്യാനായിട്ട്, ഫാസ്റ്റായിട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അത് നമ്മളത് നടുവിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. നല്ല റിലീഫ് ഉണ്ടാവും, നല്ല ആശ്വാസം ഉണ്ടാവും, ഒത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ മുട്ടുകുത്തി നിൽക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് കാലാണ് വരലുണ്ട്. അപ്പോൾ ഇടത് കാലാണെങ്കിൽ വലത് കാലാണെങ്കിൽ ഇടത്ത് അങ്ങനെ വരലുണ്ടാവും കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ കുത്തിക്കുക, എന്നിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മെല്ലെ കാലിങ്ങനെ നീട്ടി കൊടുക്കുക. അപ്പോൾ മറ്റേ കാല് വെച്ച് നമ്മൾ നല്ല ബാലൻസ് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഓപ്പോസിറ്റ് കൈയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് നീട്ടാനുള്ള കേട്ടോ. എന്നിട്ട് കാല് തിരിച്ച് കുത്തുക, മറ്റേ കാലിൽ മെല്ലെ ഇങ്ങനെ നീട്ടി കൊടുക്കുക കേട്ടോ. പുറകിലേക്ക് നേരെ പുറകിലേക്കാണ് നീട്ടാൻ കേട്ടോ. എന്നിട്ട് മെല്ലെ ബാലൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ കൈ വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇനി കൈ പൊക്കി ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാല് മാത്രം എടുത്താലും മതി കേട്ടോ. പിന്നെ കാല് നീട്ടുമ്പോൾ നേരെ പുറകിലോട്ട് വെക്കണം, അല്ലാണ്ട് ഇങ്ങനെ സൈഡിലോട്ട് മാറിപ്പോകരുത് കേട്ടോ. അങ്ങോട്ടൊന്നല്ല, നമ്മൾ നേരെ സ്ട്രെയിറ്റ് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കൈയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കാല് മാത്രം നിങ്ങൾ എടുത്തോളൂ, അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കേട്ടോ. ബെഡിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മുട്ട് അധികം നോവില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇതേപോലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അതേ കണക്കിന് നിന്നിട്ട് നമ്മുടെ ഈ നടുവിൻ്റെ ഭാഗമില്ലേ, അത് താഴേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ തല ഉയർത്തി കൊടുക്കുക കണ്ടോ. പിന്നെ ആ നടുവിൻ്റെ ഭാഗവും മുതുകിൻ്റെ ഭാഗവും മെല്ലെ ഉയർത്തി കൊടുക്കുക കേട്ടോ. വയറകത്തോട്ട് നമ്മൾ പിടിക്കും, ഉയർത്തി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും നടുവിൻ്റെ ഭാഗം അകത്തേക്ക് താഴ്ത്തുകൊണ്ട് തല ഉയർത്തുക കേട്ടോ. ഇതെങ്ങനെ കണ്ടോ. വീണ്ടും അതേ കണക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ എടുക്കണം കേട്ടോ. മെല്ലെ ചെയ്താൽ മതി കേട്ടോ, ഫാസ്റ്റായിട്ട് അങ്ങ് ചെയ്ത് കഴിക്കാൻ നിൽക്കണ്ട, മെല്ലെ ചെയ്തോളൂ കേട്ടോ. കണ്ടോ, ഇതേപോലെ മെല്ലെ സ്ലോവിന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ചെയ്യട്ടോ. കാരണം നമ്മൾ നട്ടലിൻ്റെ ആയതുകൊണ്ട് തന്നെ നട്ടലിന് ഏറ്റവും ഗുണമാണ്. നമുക്ക് പെയിനൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ചെയ്യണം. പിന്നെ വെച്ചാൽ ഈ പ്രശ്നമുള്ളവർക്ക് ഇതെല്ലാം ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ്. പിന്നെ ബാക്കി എക്സസൈസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്തോളൂ. അപ്പം ചാനൽ അതിൻ്റെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ കൊടുക്കും. മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവരും ചെയ്തോട്ടെ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ പിടിച്ചിട്ടാണ് കേട്ടോ, എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.